സിറ്റീസിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ATK മോഹൻ ബഗാൻ FC യും നമ്മുടെ ബാംഗ്ലൂർ FC യും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പോസ്റ്റ് മാച്ച് അനാലിസിസ് ആയിട്ട് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മത്സരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ATK മോഹൻ ബഗാൻ FC നമ്മുടെ ബാംഗ്ലൂരിനെ 2-0 പരാജയപ്പെടുത്തിയിരുന്നു. അപ്പം ഈ ഒരു ATK മോഹൻ ബഗാന്റെ ഈ ഒരു വിജയത്തിൻ്റെ ഒരു കാരണം, അതിനെക്കുറിച്ച് നമ്മൾ ATK മോഹൻ ബഗാൻ FC യുടെ ഒരു പ്രീ മാച്ച് അനാലിസിസ് എന്ന് വെച്ചാൽ ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ ATK മോഹൻ ബഗാന്റെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് ഇട്ടേക്കാം. അപ്പം ആ ഒരു അനാലിസിസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അത് നമ്മൾ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ATK മോഹൻ ബഗാൻ FC ഈ ഒരു AFC കപ്പിൽ ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആയിരിക്കും കൂടുതൽ ശ്രദ്ധ പുലർത്താൻ പോകുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ATK മോഹൻ ബഗാൻ FC ഈ ഒരു AFC കപ്പിൽ മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ ആ ഒരു ഗെയിം കട്ട് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. ലൈക്ക് ഹൗ അവരെങ്ങനെയായിരുന്നു ISL കളിച്ചിരുന്നത്, അതൊരു പാറ്റേൺ, അതേ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ഡിഫെൻസീവ് ഗെയിം കളിക്കുന്ന രീതി അവർ കളിക്കും നമ്മൾ നേരത്തെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. കൂടാണ്ട് തന്നെ BFCയുടെ ഒരു അറ്റാക്കിങ്ങിൻ്റെ ഒരു പോരായ്മ, ഒരു നോക്കുകയാണെങ്കിൽ അവർക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അറ്റാക്കിങ്ങിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും എന്ന് വെച്ചാൽ നമ്മുടെ വസുന്ധര FC ആയിട്ടുള്ള ഒരു മത്സരത്തിലും ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പോരായ്മയും കാരണം കൊണ്ടാണ് ATK മോഹൻ ബഗാൻ FCക്ക് ഈ ഒരു മത്സരം കുറച്ച് അഡ്വാൻറ്റേജ് ആയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അനാലിസിസ് നമുക്കിനി ചെയ്തു നോക്കാം. ഈ ഒരു കളിയുടെ കണക്കുകൾ ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ BFCക്ക് ആണ് പൊസിഷൻ്റെ കാര്യത്തിൽ ഒരു മുൻതൂക്കമുള്ളത്. പക്ഷേ പൊസിഷൻ 62% ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും, ഒരു 60% ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്നൊരു കാര്യം നോക്കണമെങ്കിൽ സ്കോർ ബോർഡ് തന്നെ നോക്കേണ്ടി വരും. അതിൽ അവർക്ക് ഒരു ഗോൾ പോലും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. 62 പൊസിഷൻ ഉണ്ടെന്ന് വേണ്ടതല്ല, പക്ഷേ അതിൽ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്നൊരു കാര്യം നോക്കുമ്പോഴാണ് ആ ഒരു പൊസിഷൻ എന്നൊരു ഫാക്ടർ നമ്മളവിടെ വിലയിരുത്തേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഭാഗം അത്ര നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതേസമയം ഷോട്ട് ഓൺ ടാർഗറ്റ്, ഷോട്ട് ഓഫ് ദ ടാർഗറ്റ് എന്നൊരു കണക്കെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക, 2 ടീമുകളും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഗോളുകൾ 2 സ്കോർ ചെയ്തിരിക്കുന്ന ATK മോഹൻ ബഗാൻ FC. അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ATK മോഹൻ ബഗാൻ FC എന്താണ് പ്രത്യേകിച്ച് ചെയ്തത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇരു ടീമുകളുടെ ഒരു ലൈനപ്പ് നിർത്തി പരിശോധിച്ച് നോക്കാം. നമ്മുടെ ATK മോഹൻ ബഗാൻ FCയുടെ കാര്യം പറയുമ്പോൾ അവർ ഈ ഒരു മത്സരത്തിൽ ഒരു 3-5-2 ഫോർമേഷനിലാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. 3-5-2 ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് അമരീന്ദർ സിംഗും, റൈറ്റ് സെൻറ്റർ ബാക്കായിട്ട് നമ്മുടെ പ്രീതം കോട്ടാനും, സെൻറ്റർ ബാക്കായിട്ട് കാൾ മക്യൂവും, ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ട് സുമിത് രാഠിയും, 2 പിവട്ടായിട്ട് നമ്മുടെ ലെന്നി റോഡ്രിഗസും ദീപക് താങ്കരിയും, നമ്മുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് ബോമസും, 2 വിങ്ങേഴ്സായിട്ട് നമ്മുടെ സുഭാഷിഷ് ബോസും, പിന്നെ റൈറ്റ് വിങ്ങറായിട്ട് നമ്മുടെ വില്യംസും, 2 സ്ട്രൈക്കർമാരായിട്ട് നമ്മുടെ റോയും മൻവീറും. അപ്പം ഇതിലൊരു കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ മോർ ലൈക്ക് ഇവർ 3-5-2 ഫോർമേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു 3-2-3-2 ടൈപ്പ് എന്ന രീതിയിലാണ് ഇവർ കളിച്ചിരിക്കുന്നത്. അപ്പം 3 at the back, അതിൽ 2 മിഡ്ഫീൽഡേഴ്സ് ബാക്കിലേക്ക് ഡ്രോപ്പ് ആയിട്ട് 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡ് എന്ന രീതിയിലാണ് അവർ മാറിയിരുന്നത്. അപ്പം ഈ ഒരു 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് ബാക്കിലേക്ക് ഡ്രോപ്പ് ആവുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു 5 man ലോവർ ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ ലോവർ ബ്ലോക്ക് ഇവർക്ക് വളരെയധികം സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു സ്റ്റെബിലിറ്റി എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ബാക്കിലേക്ക് ബിൽഡപ്പിന് വേണ്ടി ഡ്രോപ്പ് ഔട്ട് ആവേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നിലേക്ക് നീങ്ങാനുള്ള ഒരു ഫ്ലൂയിഡിറ്റി, അറ്റാക്കിംഗ് ഫ്ലൂയിഡിറ്റി അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവരൊരു ഷോർട്ട് പാസ് ഗെയിം അല്ല, ഒരു ഡയറക്റ്റ് ടു ദ സ്ട്രൈക്കേഴ്സ് എന്നൊരു പ്രിൻസിപ്പിളാണ് ഇവർ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ 38% പൊസിഷൻസ് മാത്രമേ ഇവർക്കുള്ളൂ. കൂടാണ്ട് തന്നെ ഇവർ കൂടുതൽ ട്രാൻസിഷൻ ഗെയിംസിനും നോക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം പിന്നീട് പറയാം. ഇനി നോക്കുകയാണെങ്കിൽ ATK മോഹൻ ബഗാൻ FC എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തത്? കാരണം ഈ ഒരു കളി ഫുള്ള് ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു ഡിഫെൻസീവ് കാര്യത്തിലാണ്. ATK മോഹൻ ബഗാൻ FC ഒരു 3-5-2 ഫോർമേഷനിലാണ് കളിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിനാരിയോ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ BFC ഒരു 4-2-3-1 ഫോർമേഷൻ കളിക്കുന്നതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് ഒരു 3 vs 3, ഒരു 1 vs 1 സിറ്റുവേഷൻ ഓൾറെഡി 3-5-2 vs 4-2-3-1 ഫോർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ സംഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂർ FC ഒരു ബിൽഡപ്പ് കളിച്ച ശേഷം അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് ബോൾ എത്തുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ATK മോഹൻ ബഗാൻ FCയുടെ മിഡ്ഫീൽഡേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ വിങ്ങേഴ്സും കൂടി ഇൻവേർഡ് ആയിട്ട് നിന്നിട്ട് അവിടെ ഒരു സെൻട്രൽ കണ്ടെയ്ൻമെൻറ്റ് അവിടെ ഉണ്ടാകുന്നു.
ഈ സെൻട്രൽ കണ്ടെയ്ൻമെൻറ്റ് പ്ലസ് നമ്മുടെ ഡിഫൻസ് അറ്റാക്കിംഗ് സമയങ്ങളിൽ ATK മോഹൻ ബഗാൻ്റെ ഡിഫൻസ് നല്ല വിടർന്നായിരിക്കുന്നത്. പക്ഷേ ഈ ഓപ്പോസിഷൻ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചുങ്ങിയിട്ട് ആ ഒരു ഗോൾ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഗോൾ ബോക്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ അവർ കൺജസ്റ്റ് ചെയ്തിട്ട് ആ സെൻട്രൽ ഏരിയ ഫുള്ളും ഒരു കണ്ടെയ്ൻമെൻറ്റ് രീതിയിൽ നിന്നിട്ട് ഒരു എന്താ പറയുക പെനട്രേറ്റ് ചെയ്യാൻ സ്പേസ് അനുവദിക്കാത്തതുള്ളൊരു രീതിയാണ് ഈ ATK മോഹൻ ബഗാൻ FC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ BFCക്ക് മുന്നിലേക്ക് ഒരു സെൻട്രൽ സ്പൈനിലൂടെ അറ്റാക്ക് നടത്താൻ സാധിച്ചിരുന്നു. നോക്കണം, ഓൾറെഡി തന്നെ BFCക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൻ്റെ അഭാവമുണ്ട്. അതിനിടയ്ക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു കാര്യത്തെ മറികടക്കാൻ വേണ്ടി നമ്മുടെ BFC എന്ത് ചെയ്തു, വിങ്ങിലൂടെ അറ്റാക്ക് നടത്താൻ തുടങ്ങി. അപ്പോൾ വിങ്ങിലൂടെ അറ്റാക്ക് നടത്താൻ തുടങ്ങിയപ്പം ഓൾറെഡി 3-5 ഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. വിങ് ബാക്കിൻ്റെ ആ ഒരു സ്പേസിൽ നമുക്ക് എപ്പോഴും ഒരു സ്പേസ് ക്യാരക്ടറിസ്റ്റിക്കലായിട്ട് ആ ഒരു ഫോർമേഷൻ്റെ ക്യാരക്ടറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡെഫിഷ്യൻസിയാണ്. അപ്പം അതിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ BFC പതിക്ക് തുടങ്ങി. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ ATK മോഹൻ ബഗാൻ FC എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കൂടെ ഇപ്പോൾ ഒരു നമ്മുടെ ബാംഗ്ലൂർ FC ഒരു അറ്റാക്ക് നടത്തുവാണെങ്കിൽ ATK മോഹൻ ബഗാൻ FCയുടെ റൈറ്റ് സെൻറ്റർ ബാക്ക് പൊസിഷൻ വിട്ടിട്ട് ആ ഒരു പ്ലെയറിനെ പ്രസ് ചെയ്യാൻ വേണ്ടി പോകും. കൂടാണ്ട് തന്നെ അവരുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡറും പ്ലസ് അവരുടെ വിന്നറും കൂടെ ബാക്കിലേക്ക് ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വിങ്ങിലെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പം നോക്കുവാണെങ്കിൽ എവിടേക്ക് BFC പോകുന്ന അവിടെ എല്ലാം കണ്ടെയ്ൻമെൻറ്റ് സൃഷ്ടിച്ച് ഒരു എന്താ പറയുക സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത രീതിയിലാണ് ATK മോഹൻ ബഗാൻ FC അവിടെ അവരുടെ പൊസിഷനിങ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BFCക്ക് പല നിമിഷങ്ങളിലും അറ്റാക്ക് നടത്തുന്ന സമയങ്ങളിൽ ബോൾ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാണ്ട് തന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോള് ഇവർക്ക് ശരിക്കും ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. നോക്കുവാണെങ്കിൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പം അവർ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിലേക്ക് ഒരു പ്ലെയറിനെ റിക്രൂട്ട് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ BFCക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ BFCക്ക് നല്ല രീതിയിൽ ബിൽഡപ്പ് നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം പറയുന്ന മുമ്പ് ഒരു അറ്റാക്ക് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം 4 ഫേസുകളാണ്. എന്ന് വെച്ചാൽ ബിൽഡപ്പ് ഫേസ്, രണ്ടാമത് ഏതാ വെച്ചാൽ കൺസോളിഡേഷൻ ഫേസ്, മൂന്നാമത് ഏതാ വെച്ചാൽ ഇൻസിഷൻ ഫേസ്, നാലാമത് ഏതാ വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഫേസ്. അപ്പം ഫിനിഷിംഗ് ഫേസ് ഞാൻ 4th സോൺ എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അപ്പം ബിൽഡപ്പ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിഷൻ്റെ എടുത്തുന്ന ബോൾ റിക്കവർ ചെയ്തു നമ്മുടെ പ്ലേയേഴ്സിനെ പൊസിഷനിങ് വേണ്ടി അനുവദിക്കുന്നു, ബോൾ ഹോൾഡ് ചെയ്യുന്നു. അതിൽ കൺസോളിഡേഷൻ ഫേസ് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ് എല്ലാം കറക്റ്റായിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഓപ്പോസിഷൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ മനസ്സിലാക്കും, എവിടേക്ക് സ്പേസ് ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ സ്കാൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ഏതുവഴിയാണ് അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് എന്നൊരു കാര്യം നമ്മൾ അവിടെ തീരുമാനിക്കും. രണ്ടാമത് ഇൻസിഷൻ ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ആദ്യം സ്കാൻ ചെയ്തില്ല, അപ്പോൾ ആ സ്കാൻ ചെയ്ത സംഭവത്തെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സംഭവമാണ് ഇൻസിഷൻ ഫേസ്. ഇൻസിഷൻ ഫേസ് ആണ് പിന്നെ 4th സോൺ. 4th സോണിലാണ് നമ്മൾ ഈ അറ്റാക്കിംഗ് ഫിനിഷിങ്ങും പ്ലെയർ റൊട്ടേഷൻസും ഈ അറ്റാക്കിംഗ് തേർഡിൽ ഭയങ്കര ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഇൻസിഷൻ ഫേസ്. അപ്പോൾ 4th സോൺ. അപ്പോൾ ഇവരുടെ കാര്യം പറയുമ്പോൾ ഇവർക്ക് ബിൽഡപ്പ് ഫേസ് നല്ലത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കൺസോളിഡേഷൻ ഫേസ് നല്ലത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വിഷയം വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇൻസിഷൻ ഫേസും 4th സോൺ എന്ന 2 സോണുകളാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു വിഷയമുള്ളത്. അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തെന്ന് പറഞ്ഞുതരാം. ഇവരുടെ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം ബിൽഡപ്പും പിന്നീട് ആ ഒരു ഫിനിഷിംഗ് സോൺ അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കർ വരെയുള്ള ഒരു ബോൾ എത്തിക്കുന്ന ഒരു ബ്രിഡ്ജുണ്ട്, ആ ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷനാണ് ഇവർ മെയിനായിട്ട് ലാക്ക് ചെയ്യുന്നത്. ഇവർക്ക് 2 ഫോറിൻ സ്ലോട്ടുകളുണ്ട് റിക്രൂട്ട്മെൻറ്റിൽ. അപ്പോൾ ഈ 2 സ്ലോട്ടുകൾ BFCക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ ഈ ഒരു സീസൺ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഓൾറെഡി ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ അജയ് ചിത്രിയുടെ കാര്യം പറഞ്ഞാലും അതേസമയം നമ്മുടെ രോഹിത് കുമാർ, അപ്പോൾ ഈ പ്ലെയേഴ്സ് എല്ലാം ബാക്കിൽ നിന്ന് കളി വരെയുള്ള ഒരു കേപ്പബിലിറ്റി താരങ്ങൾക്കുണ്ട്. കൂടാതെ തന്നെ 2 നടുന്തൂണായ കോസ്റ്റയും പിന്നെ മറ്റൊരു സെൻട്രൽ ബാക്ക്, അതായത് പേര് ഞാൻ വിട്ടുപോയി. അപ്പം ഈ 2 പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി ടീം സ്റ്റേബിളാണ്. ഓക്കെ, അപ്പം ഇനി വേണ്ടത് അവിടെ ഒരു അറ്റാക്കിംഗ് കോട്ടയാണ്. അപ്പം അതുകൊണ്ടൊന്ന് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാംഗ്ലൂർ FC നല്ലൊരു ഇപ്പോൾ തീർച്ചയായിട്ടും ബാംഗ്ലൂർ FC ഒരു സ്ട്രോങ് ടീമാണ്. അപ്പോൾ ഈ ബസുന്ധര FCക്ക് എതിരെ കളിച്ചൊരു മത്സരം നോക്കുകയാണെങ്കിൽ BFCക്ക് ക്രിയേറ്റിവിറ്റിയും മൂവ്മെൻറ്റും ഇല്ലായിരുന്നു. അതേസമയം ATK മോഹൻ ബഗാനെതിരെ കളിച്ചപ്പം ഇവർക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല, പക്ഷേ മൂവ്മെൻറ്റ്സുകൾ ചെറുതായിട്ടൊക്കെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇത് കാണിക്കാം. ഇതിൽ തന്നെ കുറച്ച് ഡെഫിഷ്യൻസി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയൊക്കെ സംഭവം നമ്മുടെ BFC ആ ഒരു നമ്മുടെ ATK മോഹൻ ബഗാനെ ബിറ്റ്വീൻ ദ ലൈൻസ് ആ സ്പേസിലേക്ക് പെനട്രേറ്റ് ചെയ്തു.
പക്ഷേ അവിടെ സ്ട്രൈക്കർ കാണിക്കുന്നുണ്ട് എനിക്ക് ബോൾ തരും, പക്ഷേ ആ ഒരു ബോൾ രണ്ടാമത് എന്തോ ചിപ്പിങ് കൊടുക്കുകയോ ഷോട്ട് അടിക്കുകയോ എന്തോ ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പം അവിടെ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇവരുടെ മേജർ ഡെഫിഷ്യൻസി ഫുള്ളും കിടക്കുന്ന ആ ഒരു അറ്റാക്കിംഗ് തേർഡ് ഏരിയയിലാണ്. അപ്പം ഈ ഒരു മത്സരത്തിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് മത്സരമായിരുന്നു. നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും ഐസിൽ കളിക്കുന്ന ടീമുകളാണ്. രണ്ട് ടീമുകൾക്കും അവരെത്രത്തോളം പ്രിപ്പയർഡ് ആണ് എന്നുള്ളൊരു കാര്യം അവർക്ക് അവിടുത്തെ പിടികിട്ടും. കൂടാണ്ട് തന്നെ നമ്മുടെ ATK മോഹൻ ബഗാൻ അവരുടെ ടീം ഇപ്പം തന്നെ ജെല്ലപ്പാക്കി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. കൂടാണ്ട് തന്നെ BFCക്ക് അവിടെ 2 റിക്രൂട്ട്മെൻറ്റ് ഇനിയും റിമൈനിങ് ആണ്. അപ്പം ആ ഒരു റിക്രൂട്ട്മെൻറ്റ് എവിടേക്ക് നടത്തണം എന്നുള്ള കാര്യം അവർക്ക് അവിടുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഈ ഒരു അഡ്വാൻറ്റേജുകൾ എല്ലാം ഇവർക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ലെന്നൊരു പ്രത്യാശയോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാണ്ട് തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കരുത്. ആ ഒരു ബെല്ലൈക്കൺ അമർത്താൻ ഒരിക്കലും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫോർ ടുഡേ വി ആർ സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.